ഹലോ എവ്രി വൺ. നമ്മൾ ഇതിനു മുന്നേ ഒരു OBA RN സക്സസ് പ്രോഗ്രാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 സ്റ്റേജസ് ആണ് ആ പ്രോഗ്രാമിൻ്റെ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞിരുന്നത്. അതായത് സ്റ്റേജ് 1-ൽ നിങ്ങളുടെ ആപ്ര രജിസ്ട്രേഷൻ പ്രോസസ്സ്, അതല്ലെങ്കിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങി ഒരു സ്റ്റേജ് 3 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് PR വരെയുള്ള കാര്യങ്ങളാണ് അന്ന് അത് ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇന്ന് ആ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേജിൽ രണ്ടാമത്തെ സ്റ്റേജിൽ അന്ന് സംസാരിച്ചപ്പോൾ വിസിറ്റ് വിസയിലാണ് ട്രാവൽ ചെയ്യാനൊരു ഓപ്ഷൻ പറഞ്ഞത്. എന്നാൽ ഇന്ന് അതിന് മറ്റൊരു ഓപ്ഷൻസും കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ സർ, അന്ന് നമ്മൾ ലാസ്റ്റ് ചെയ്ത OBA RN സക്സസ് പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഈ പറഞ്ഞ 3 സ്റ്റേജസ് ആണ്. ആദ്യത്തെ സ്റ്റേജിൽ നഴ്സിംഗ് ബോർഡ് രജിസ്ട്രേഷൻ അസിസ്റ്റൻസ് ആണ്. സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും പ്ലേസ്മെന്റ്, അസിസ്റ്റന്റ് നഴ്സിംഗ് പ്ലേസ്മെന്റും വിസിറ്റ് വിസയിൽ പോയതിനു ശേഷമാണ് അവർക്കത് ഓപ്ഷൻസ് അവൈലബിൾ ആവുന്നത്. സ്റ്റേജ് 3-ലാണെങ്കിൽ PR-ഉം അതുപോലെ തന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് RN ആയിട്ടുമുണ്ട്. ഈ 3 സ്റ്റേജാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്നാൽ ഇന്ന് സെക്കൻഡ് സ്റ്റേജ്, അതായത് നമ്മുടെ AIN അസിസ്റ്റന്റ് നഴ്സിംഗ്, ആ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് വിസിറ്റ് വിസ അല്ലാതെ വേറെ ഏതെങ്കിലും വിസ ഓപ്ഷനിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. AIN പോകുന്ന സമയം നമ്മൾ വിസിറ്റ് വിസയിലാണ് നമ്മൾ പ്ലാൻ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഓസ്കിയുടെ ട്രെയിനിങ്ങും പറഞ്ഞിരുന്നു സെക്കൻഡ് സ്റ്റേജിൽ. ഓസ്കിയുടെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞ് ഓസ്കിയുടെ എക്സാമിനേഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ജോബ് അസിസ്റ്റൻസ് നമുക്ക് കൊടുക്കാം, നമുക്ക് ട്രൈ ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന് ബദലായിട്ട് നമുക്ക് വേറെ സെക്കൻഡ് ഓപ്ഷൻ, അതായത് ഇതാണ് നല്ലൊരു ഓപ്ഷൻ, സേഫ് ഓപ്ഷൻ. റാദർ ദാൻ ഗോയിങ് ഓൺ എ വിസിറ്റ് വിസ, വി ക്യാൻ ഗോ ഫോർ എ സ്റ്റുഡൻറ് വിസ. അതാണ് ഈ സെക്കൻഡ് സ്റ്റേജിൽ. അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞിരുന്നത് അവരുടെ ആപ്ര രജിസ്ട്രേഷൻ പ്രോസസ്, NCLEX&OCSE ട്രെയിനിങ്, ഇംഗ്ലീഷ് ട്രെയിനിങ്, ദാറ്റ് ഈസ് ലാംഗ്വേജ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് 3 ഇൻഡിവിജ്വൽ സപ്പോർട്ട് ഈ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റേജ്, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമ്മൾ പറഞ്ഞത് $5,000. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ വി വിൽ ഗോ ഫോർ സ്റ്റുഡൻറ് വിസ. അപ്പോൾ സ്റ്റുഡൻറ് വിസയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു കോഴ്സ് വേണം. തീർച്ചയായിട്ടും. അപ്പോൾ ആ കോഴ്സാണ് GCAN, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ് ANP കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സ്റ്റുഡൻറ് വിസയിൽ പോകണം. ആ സ്റ്റുഡൻറ് വിസയിൽ പോകുമ്പോൾ നമ്മൾ ആ GCAN-നകത്ത് നമ്മൾ ഓസ്കിയുടെ ട്രെയിനിങ്ങും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓസ്കിയുടെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം GCAN കോഴ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഗെറ്റ് എ ഹയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, AQF ലെവൽ 8 കിട്ടും. So that is the second option. And while they are studying GCAN, they can go for part-time job. And we will, of course, MWT Australia will support them in getting a job assistant. നമ്മൾ തീർച്ചയായിട്ടും ജോബ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ AI-നായിട്ട് തന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ ജോബ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്. അതിലും അത് മാറ്റുന്നില്ല. വിസിറ്റ് വിസ കോഴ്സ് എടുത്ത് പോകുന്നു എന്നുള്ളത്. അതെ, കോഴ്സ് എടുത്ത് പോകുന്നു. ആൻഡ് ദ കോസ്റ്റ് വിൽ ബി സെയിം 7,000. അതിലൊരു മാറ്റം വരുത്തുന്നില്ല. അപ്പം ഈ കോഴ്സിന്റെ ഫീസ് ശരിക്കും പറഞ്ഞാൽ $12,000 ആണ്. ആ $12,000 നമ്മൾ ഈ പാക്കേജ് എടുത്ത് പോവുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് പാക്കേജിനകത്ത് 5,000 അടയ്ക്കുന്നു. സെക്കൻഡ് സ്റ്റേജിൽ ബാലൻസ് 7,000 അടച്ച് നമ്മൾ സ്റ്റുഡൻറ് വിസയിലേക്ക് പോകുന്നു. സോ ഇൻ റിയാലിറ്റി ദ സ്റ്റുഡൻറ് ഈസ് ബെനിഫിറ്റിംഗ് ഈ $12,000 ദേ ആർ ബെനിഫിറ്റിംഗ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് പ്രോസസ്സ് അവർ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് ട്രെയിനിങ് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്, NCLEX&OCSE ട്രെയിനിങ് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് 3 ഇൻഡിവിജ്വൽ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും അവർക്ക് ഓസ്കിയുടെ ട്രെയിനിങ് അതിനകത്ത് കിട്ടും. സോ ഇൻ റിയാലിറ്റി ദ കാൻഡിഡേറ്റ് ഹാസ് ടു സ്പെൻഡ് ഓൺലി $12,000 ആൻഡ് ദേ ആർ ഗോയിങ് ഫോർ എ സ്റ്റുഡൻറ് വിസ. ബട്ട് ഇവിടെ ക്രൈറ്റീരിയ വേണ്ടത് NCLEX&OCSE ക്ലിയർ, ഫസ്റ്റ് സ്റ്റേജ് ഏകദേശം NCLEX&OCSE ക്ലിയർ ചെയ്യണമെന്നാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. സോ ദിസ് ഇസ് ദ പ്രോസസ്. അപ്പം ഈ സെക്കൻഡ് സ്റ്റേജിൽ മാത്രമാണ് ഈ ഒരു ചേഞ്ച് ആപ്ലിക്കബിൾ ആവുന്നത്. തേർഡ് സ്റ്റേജ് അഗൈൻ അവർക്ക് RN പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഈ പറഞ്ഞ PR അസിസ്റ്റൻസും ഉണ്ടാവും. യെസ്, പ്രൊവൈഡഡ് they complete their registration process during the GCAN പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിയണം. അവരുടെ കഴിഞ്ഞ് നമുക്ക് PR അസിസ്റ്റൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ദെൻ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമുക്ക് ആസ് RN നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കൂടാതെ ഒരു ഓപ്ഷനോടെ ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ GCAN കഴിയുമ്പോഴേക്കും ആസ് ദേ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് ദെയർ AQF level 8, they can go to Master of Nursing. They can carry on as Master of Nursing.
ഓഫ് കോഴ്സ് സ്റ്റഡിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നത് നല്ലത്. ഓക്കെ, ഇപ്പം സാർ പറഞ്ഞു GCAN ചെയ്തു, അപ്പം ഡെഫിനറ്റ്ലി അവർക്ക് RN രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ നിന്നുകൊണ്ട് ചെയ്യാം അല്ലേ? തീർച്ചയായും. അപ്പം ഈ RN ആവുമ്പോഴത്തേക്കും RN ആയി വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെയും മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ചെയ്യാം. തീർച്ചയായിട്ടും ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ പ്രോസസ്. സോ സ്റ്റേജസിൽ വ്യത്യാസമില്ല, കോസ്റ്റിലും വ്യത്യാസമില്ല, ബട്ട് പ്രോസസ്സിൽ അവരൊരു ഹയർ ക്വാളിഫിക്കേഷൻ കാറ്റഗറിയുടെ ഒരു ചേഞ്ച് മാത്രമല്ല അവർ ബെനിഫിറ്റ് ചെയ്യുന്നത് ഒരു ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കിട്ടും. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ വിച്ച് currently we can offer for all the students. Okay, so I just want to summarize. അതായത് stage 1 APRA and certificate and English courses has been provided. Stage 2 ഇപ്പം സ്റ്റുഡൻസിന് വേണമെങ്കിൽ 2 ഓപ്ഷൻസ് എടുക്കാം. ഒന്ന് വിസിറ്റ് വിസ ഓപ്ഷൻസ്, അതായത് ഇപ്പം NCLEX ക്ലിയർ ചെയ്തതാണ് അവർ ഫസ്റ്റ് സ്റ്റേജിലെങ്കിൽ ഡെഫിനറ്റ്ലി OSCE ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ക്യാൻ ട്രാവൽ ഇൻ എ വിസിറ്റ് വിസ. ആൻഡ് ആ ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ഇൻ നഴ്സിംഗിൻ്റെ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ്. ഓക്കെ, ഇവിടെ പുതിയൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് തുറന്നു വെച്ചിരിക്കുവാണ്. അതായത് വിസിറ്റ് വിസയിൽ പോകണ്ട, നിങ്ങൾക്കൊരു സ്റ്റഡി പ്രോഗ്രാമായിട്ട് പോവാം, സ്റ്റുഡൻറ്റ് വിസ. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് മോർ ബെനിഫിഷ്യൽ ദാൻ ദ വിസിറ്റ് വിസ. കാരണം ഈ പറയുന്ന GCAN കോഴ്സിൻ്റെ കൂടെ OSCE ട്രെയിനിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. OSCE ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് APRA രജിസ്ട്രേഷൻ പ്രോസസ്സും അവിടെ ഒന്ന് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ഇൻ നഴ്സിംഗ് ആ ഒരു അസിസ്റ്റൻസ് തീർച്ചയായിട്ടും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും വിസിറ്റ് വിസയിൽ പോകുന്നതിലും കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും സ്റ്റുഡൻറ്റ് വിസയിൽ ട്രാവൽ ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ OBA RN സക്സസ് പ്രോഗ്രാം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടെ ഓപ്പൺ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ബെനിഫിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച് അല്ലെങ്കിൽ പുതിയ ഓപ്ഷനെ കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടാകും. അതിന് വേണ്ടിയിട്ട് MWT തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. So stay tuned and stay connected. Thank you.